മാസത്തിൽ ഈ 10 ദിവസങ്ങളിൽ തന്നെ അറഫാ ദിവസത്തിന്റെ അന്ന് സുബഹിക്ക് മുതൽ അയ്യാമുത് തശ്രീഖിന്റെ അവസാനത്തെ ദിവസത്തെ അസ്ർ നിസ്കാരത്തിന്റെ ശേഷം വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഫർദ് നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളൂ ഇപ്പോ അല്ലേ. ഇമാം ഒന്ന് തക്ബീർ നിസ്കാരം കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ചൊല്ലും. സുന്നത്ത് നിസ്കാരത്തിന്റെ ശേഷവും ജനാസ നിസ്കാരത്തിന്റെ ശേഷം വരെ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ ഏറ്റവും വലിയ ആത്മീയമായ രൂപത്തിലാക്കുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ തക്ബീർ. മനുഷ്യനൊരിക്കലും ഒരാഘോഷം കൊണ്ടും അഹങ്കരിക്കാൻ പാടില്ല. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഒരാഘോഷവും ഇസ്ലാമിലില്ല. ഈ 4 ദിവസങ്ങളിലും സഹോദരങ്ങളെ നോമ്പ് നോൽക്കൽ ഹറാമാണ്. നല്ല ഭക്ഷണങ്ങളും നല്ല പാനീയങ്ങളും വിതരണം ചെയ്യുന്നതോടൊപ്പം സൽക്കാരങ്ങളൊക്കെ കൊടുക്കുന്നതോടൊപ്പം എന്നാലും അള്ളാഹുവിനെ മറക്കരുത്. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാലും ഫർദ് നിസ്കാരം കഴിഞ്ഞാലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതേപോലെ ഈ 10 ദിവസങ്ങളിൽ ഓരോ രാത്രിയിലും ദുആഇന് വലിയ മഹത്വമുണ്ട്. നല്ലോണം അള്ളാഹുവിനോട് ദ്വാർക്കണം. മഹാരഥന്മാർ കൂടുതൽ ദ്വാർന്നിരുന്ന 10 ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളിൽ അവര് നന്നായി ദുആ ചെയ്തിരുന്നു. അതിന്റെ മുമ്പ് ദ്വാർന്നതിനേക്കാൾ കൂടുതൽ ദ്വാർക്കണം, എണ്ണിപ്പറഞ്ഞ് ദ്വാർക്കണം. രാത്തിന്റെ മഹത്വം മനസ്സിലാക്കി ദുആ ചെയ്യണം. വെള്ളിയാഴ്ച രാത്രിയിൽ കൂടുതൽ ദ്വാർക്കാറില്ലേ, വെള്ളിയാഴ്ച പകലിൽ കൂടുതൽ ദ്വാർക്കാറില്ലേ എന്നതുപോലെ ഈ 10 ദിവസങ്ങളിലും നിസ്കാരത്തിന്റെ ശേഷം ഒറ്റക്ക് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഖുർആൻ ഓതിയ ശേഷവും ഏതെല്ലാം പ്രാർത്ഥനകൾ സുന്നത്തായി വരുന്ന സന്ദർഭങ്ങളുണ്ടോ അപ്പോഴൊക്കെ ദുആ പതിവാക്കി കൂടുതലായി ചൊല്ലേണ്ടതുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ വൽ ഫജ്രി സൂറത്ത് എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള 10 ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. 200 ഇഖ്ലാസ് സൂറത്ത് ഓതലും സുന്നത്താണെന്ന് ഫതുഹുൽ മുഈനിൽ കാണാം. ഇഖ്ലാസ് സൂറത്ത് വർദ്ധിപ്പിക്കാനും മഹത്വമുള്ള ദിവസങ്ങൾ. സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ എങ്ങനെയാണ് ഈ ദിവസങ്ങളെ ബഹുമാനിക്കേണ്ടത്? സ്വഹാബത്ത് ബഹുമാനിച്ചിരുന്നു എന്ന് ഖുർആൻ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുമ്പോ ആ ബഹുമാനത്തിന്റെ രൂപമാണ് ഈ പറയുന്നത്. മറ്റൊരു രൂപമുണ്ട്, 1 മുതൽ 9 വരെ നോമ്പ് നോറ്റുകൊണ്ടുള്ള ഒരു ബഹുമാനം. അതും ഒരു ബഹുമാനം തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മാ മിൻ അയ്യാമിൻ അൽ അമലുസ് സാലിഹു ഫീഹിന്ന അഫ്ളലു മിൻ ഹാദിഹിൽ അയ്യാം. ഏറ്റവും സുഹൃതങ്ങൾക്ക് ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ദിവസങ്ങൾ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ പോലെ മറ്റു ദിവസങ്ങൾ വേറെയില്ല. ഏറ്റവും സുഹൃതങ്ങൾ ചെയ്യാൻ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ഈ 10. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ജിഹാദും അങ്ങനെയാണോ? യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണല്ലോ ഈ ദുൽഹിജ്ജ മാസം. ജിഹാദിനും കൂടുതൽ മഹത്വമുള്ളത് ഈ 10 ദിവസങ്ങളാണോ? തങ്ങൾ പറഞ്ഞു, ജിഹാദും അങ്ങനെ തന്നെയാണ്. അനിവാര്യ ഘട്ടത്തിൽ ജിഹാദിന് വേണ്ടി പുറപ്പെടേണ്ടി വന്നാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജിഹാദ് ആ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്ന ജിഹാദാണ്. നേരത്തെ പ്ലാൻ ചെയ്ത് ഒരു യുദ്ധം പ്ലാൻ ചെയ്തു പോകാൻ പറ്റൂല. പക്ഷേ അനിവാര്യ ഘട്ടങ്ങളിൽ പ്രതിരോധിക്കേണ്ടി വന്നു. അതും ഒരു ജിഹാദായിട്ട് വന്നേക്കാമല്ലോ. അതേ ഇസ്ലാമികമായി സാങ്കേതികമായ പ്രയോഗത്തിലുള്ള ജിഹാദ്, വെട്ടി നിരത്തുന്ന സ്വഭാവമുള്ള ജിഹാദല്ല. അങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാമിൽ എവിടെയും കാണാനും കഴിയൂല. മുഴുവനും തുടച്ചു നീക്കി തരിപ്പണമാക്കുന്ന നശിപ്പിക്കുന്ന ഒരു ജിഹാദ് ഇസ്ലാമിൽ എവിടെയും നോക്കിയാൽ ആർക്കും കാണാൻ കഴിയൂല. ഏറ്റവും കൂടുതൽ ആളുകൾ
ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉണ്ടായപ്പോഴും തങ്ങൾ പറയുന്നത് ശത്രുപക്ഷത്തുള്ള ആളുകളുടെ കൃഷിയിടങ്ങളും അവരുടെ വാഹനങ്ങളും അവരുടെ മൃഗങ്ങളും അവരുടെ സഹായികളെയും സംരക്ഷിക്കണം, പരിരക്ഷിക്കണം. അവർക്കൊന്നും ഒരു പോറലും ഏൽക്കരുത്, ഒരു പരിക്കുമേൽക്കരുത്. ആ രൂപത്തിലുള്ള നിയമാടിസ്ഥാനത്തിലുള്ള ഒരു പ്രതിരോധം അത് ഈ ദിവസങ്ങളിൽ വരേണ്ടി വന്നാൽ അതിനും വലിയ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അപ്പൊ നോമ്പ് നോൽക്കാനും ദുആ ചെയ്യാനും സ്വതക്ക നൽകാനും അനുസ്മരണങ്ങൾ നടത്താനും ഖത്മു തീർക്കാനും ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും വലിയ ബഹുമാനമുള്ള 10 ദിവസങ്ങളാണ്. വലയാലിൻ അശ്ർ, 3 പത്തുകളിൽ ഒരു പത്താണ് ഈ പറയുന്ന ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള സന്ദർഭം. അതിനിടക്കൊരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ഉമ്മത്തിന് മാത്രം ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്ത് നോമ്പ് കിട്ടിയതാണല്ലോ അറഫ നോമ്പ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹത്വമുള്ള നോമ്പാണ് അറഫ നോമ്പ്. എന്താ കാരണം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് പ്രത്യേകം സുന്നത്താക്കപ്പെട്ട നോമ്പാണത്. പൂർവകാലത്തുള്ള ആളുകൾ നോറ്റ് വരുന്നൊരു നോമ്പുണ്ട്, മുഹറം 10ന്റെ നോമ്പ്. അതിനേക്കാൾ വലിയ മഹത്വം ഈ നോമ്പിനുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഈ അറഫ നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ മഹത്വം പഠിപ്പിച്ചു. അഹ്തസിബു അന്നഹു യുകഫിറു സനതല്ലതി ഹുവ ഫീ വല്ലതി ബഅദഹാ. ഈ ഒരു വർഷത്തിലെ ചെറുദോഷങ്ങളെയും അടുത്ത വർഷത്തെ ചെറുദോഷങ്ങളെയും പൊറുപ്പിക്കുന്ന നോമ്പാണ് അറഫ ദിവസത്തെ നോമ്പെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവസരത്തിൽ ഒരുപാട് കാലത്തുള്ള ആളുകൾ നോറ്റുവന്ന മദീനയിലേക്ക് തങ്ങൾ പോയപ്പോ മദീനയിലെ യഹൂദികൾ പോലും നോറ്റതായി കണ്ട അനുഭവപ്പെട്ട നോമ്പായ മുഹറം 10ന്റെ നോമ്പിനെ പറ്റി യുകഫിറു സനതൽ മാളിയ, കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുദോഷങ്ങൾ പൊറുപ്പിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ അറഫ ദിവസത്തിലെ നോമ്പിന് മഹത്വം കൂടുതലുണ്ട്. അത് ഈ ഉമ്മത്തിന്റെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹു മഹത്വം കൂടുതലാക്കി തന്നിട്ടുണ്ടല്ലോ. കൂട്ടത്തിൽ തന്ന സുന്നത്ത് നോമ്പിനും മഹത്വം കൂടുതലാണ്. പരിഗണിക്കേണ്ട ഒരു നോമ്പാണ്. 9 നോമ്പൊക്കെ നോൽക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോ ഒരു നോമ്പെങ്കിലും നമ്മൾ നോൽക്കണല്ലോ. അറഫ നോമ്പ് അടുത്ത ഒരു കൊല്ലത്തെ ദോഷങ്ങൾ കൂടി പൊറുപ്പിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടുത്തൊരു കൊല്ലം കൂടി ദോഷം ചെയ്യാന്നല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ഈ ഹദീസിൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. അടുത്ത ഒരു കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്നു പറഞ്ഞാൽ ദോഷം പൊറുപ്പിക്കണമെങ്കിൽ ആളിവിടെ ജീവിക്കണ്ടേ? അപ്പൊ ഒരു ദീർഘായുസ് കൂടി അറിയിക്കുന്നുണ്ട്. അടുത്ത ഒരു വർഷം കൂടി ജീവിക്കാനുള്ള ഒരു ചാൻസ്, ഒരു സന്ദർഭം, ഒരു സന്തോഷാവസ്ഥ അറഫ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും എന്ന ഒരു സൂചന ഹദീസിലുണ്ട്. അതുകൊണ്ട് വലിയ മഹത്വമുള്ള നോമ്പാണ് അറഫ നോമ്പ്. മറ്റു ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ഈ ഉമ്മത്തിന് പ്രത്യേകമാക്കപ്പെട്ട അറഫ നോമ്പ് മനുഷ്യര് മാത്രമല്ല കാട്ടിലെ ജീവികളും നോറ്റിട്ടുണ്ട്. അറഫ ദിവസത്തിന്റെ അന്ന് കാട്ടിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മഹാന്മാർ, കാട്ടിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് പഴയ കാലത്ത്. നമ്മളെ വീട്ടിലെ ജീവികൾക്ക് തന്നെ ഭക്ഷണം കൊടുത്താൽ സ്വർഗത്തിലെത്തും. അയൽവക്കത്തെ വീട്ടിലെ പൂച്ച വന്നാൽ ആട്ടിയാൽ പിന്നെ എങ്ങനെ നമ്മൾ സ്വർഗത്തിലെത്താനാ? ആ പൂച്ചക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തൂടെ? ഒരു കോഴി എങ്ങാനും ഗേറ്റ് തുറന്നിട്ടപ്പോ ഒന്ന് നമ്മളെ വീടിന്റെ പിൻവാതിലൂടെ വന്നു, പാത്രത്തിൽ വേസ്റ്റായി ഉപയോഗിച്ചു വെച്ച എന്തെങ്കിലും ധാന്യങ്ങളോ മറ്റോ കുത്തി തിന്നത് കണ്ടാൽ അപ്പ കൈയൊന്ന് കൊട്ടിയിട്ട് അതിനെ ആട്ടിക്കളയും. അതാരോ തിന്നോട്ടെ, ആര് തിന്നാലും കൂലി കിട്ടൂലേ? പക്ഷികൾ ഇങ്ങനെ ഭക്ഷിക്കുന്ന സമയത്ത്, ഒരു തോട്ടത്തിൽ പക്ഷികൾ ഇങ്ങനെ ഭക്ഷിക്കുന്ന സമയത്ത് ആ തോട്ടത്തിന്റെ ഉടമക്ക് നല്ല കൂലി കിട്ടുമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഈ മൃഗങ്ങളൊക്കെ വന്ന് ഞങ്ങളെ തോട്ടത്തിൽ വന്ന് ഭക്ഷിച്ചാൽ എനിക്ക് കൂലി ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഫീ കുല്ലി കബിദിൻ വതുബത്തിൻ അജ്റുൻ, എല്ലാ റൂഹുള്ള ജീവികൾ ഭക്ഷിച്ചാൽ അതിനൊക്കെ കൂലിയുണ്ട്. അത് പക്ഷിയാകട്ടെ, കോഴിയാകട്ടെ, പൂച്ചയാകട്ടെ, നായയാകട്ടെ, പശുവാകട്ടെ, ആടാകട്ടെ, ഏത് വന്ന് ഭക്ഷിച്ചാലും അതിന് കൂലിയുണ്ട്. കൂലി നമ്മളെ നാവ് കൊണ്ട് പോകാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പൊ കാട്ടിലെ
മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന മഹാന്മാര് അറഫാ ദിവസത്തിന്റെ അന്ന് അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോ കാട്ടിലെ ചില മൃഗങ്ങളൊക്കെ ആ ഭക്ഷണത്തിൽ നിന്ന് പുറംതിരിഞ്ഞു കഴിക്കാതെ. അപ്പൊ ഈ മഹാന്മാര് നോക്കി നിന്നു, സൂര്യ അസ്തമിച്ചതിന് ശേഷം ഇത് കഴിക്കുന്നുണ്ടോ? എപ്പോഴാ അത് കഴിക്കുന്നത്? സൂര്യൻ അസ്തമിച്ചപ്പോൾ മൃഗങ്ങൾ കൂട്ടമായി വന്ന് ഭക്ഷണം കഴിച്ചുപോയി. അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയ അറഫാ ദിവസത്തിലെ നോമ്പ് നമ്മൾ മാത്രമല്ല നോൽക്കുന്നത്, അവരും നോൽക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത്രയും വലിയ പുണ്യമുള്ള നോമ്പാണ് അറഫാ ദിവസത്തിലെ നോമ്പ്. അന്നത്തെ ദിവസത്തെ നോമ്പ് അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് സുന്നത്തില്ലെങ്കിലും നാട്ടിലെ നമുക്കെല്ലാവർക്കും അത് സുന്നത്താണ്. കഴിയുന്നവരൊക്കെ നോൽക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതൊരു ബഹുമാനമാണ്. അറഫാ ദിവസത്തിന്റെ അന്ന് രാത്രി മഗ്രിബിന് ശേഷം വലിയ നിലക്ക് പ്രാർത്ഥന നടത്തണം. ഉത്തരം കിട്ടുമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചു പറഞ്ഞൊരു രാവാണ് പെരുന്നാൾ രാവിന്റെ ദുആ. നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് രാത്രി ഒരുക്കേണ്ട സാധനങ്ങളും സാമഗ്രികളൊക്കെ പകലിൽ വാങ്ങി വെക്കണം. രാത്രി മുഅ്മിനായ മനുഷ്യൻ നേരത്തെ ഭക്ഷണം